അനാവശ്യമായ ചിന്തകളിലും അനുഷ്ഠാനങ്ങളിലും നമ്മെ കെട്ടിയിടുന്നത് ഒരു വിധത്തിൽ നമ്മുടെ തന്നെ അറിവില്ലായ്മ കൊണ്ടാണില്ലേ? നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നതാണ്. ഇത് നാം അറിയണം. ദൈവവചനം നാം പഠിക്കണം. ഇന്നത്തെ നമ്മുടെ പഠനത്തിൽ ഈ ഒരു വിഷയം കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. ഒരുമിച്ച് ചിന്തിക്കാം. ഇന്നത്തെ ജീവസന്ദേശ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യത്തോടെ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ വിളിക്കപ്പെട്ട പലരും ആവശ്യമില്ലാത്ത നിയമാവലികളിൽ കെട്ടപ്പെട്ട് അസ്വസ്ഥരായി കഴിയുന്നു. ആത്മീയ വർധനയ്ക്കുതകാത്ത യാതൊരു കാര്യത്തിലും സമയം കളയേണ്ടതില്ല. എന്ത് കഴിക്കണം, എന്തുടുക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുവാൻ ഒരു ക്രിസ്തു വിശ്വാസിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തോടടുത്ത് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ കാര്യങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കുവാൻ പ്രാപ്തിയുള്ളവനാണ്. മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. ഈ വിഷയം വിശുദ്ധ പൗലോസ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ആ ഭാഗം എടുത്താട്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം. വാക്യം. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. സന്ദിഗ്ധമായ ഈ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ട് എന്ന് പൗലോസ് പറയുന്നു. അതായത് ശരിയോ തെറ്റോ എന്ന് ബൈബിൾ വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. ഉദാഹരണത്തിന് പൗലോസ് പറയുമായിരിക്കും, കളികൾ കാണുവാൻ പോകണമെന്ന് തോന്നിയാൽ എനിക്ക് പോകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ കാലത്ത് നടന്നിരുന്നതും വളരെ പ്രശസ്തവുമായിരുന്ന ഒളിമ്പിക് മത്സരങ്ങൾ കാണുവാൻ പൗലോസ് പോയിരുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവൻ്റെ ലേഖനങ്ങളിൽ ഈ മത്സരങ്ങളെ ഉദാഹരണങ്ങളായി പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. പൗലോസ് പറയുന്ന ആ കാര്യങ്ങളെല്ലാം തനിക്ക് ചെയ്യുവാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അവയെല്ലാം പ്രയോജനമുള്ളതല്ല. കാരണം ഒരു ബലഹീന ദാസനെ അത് മുറിപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് എന്ന വസ്തുതയാണ്. അവൻ പറയുന്നു, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. അതായത് അവ എന്നെ വിശ്വാസത്തിൽ വളർത്തുകയില്ല. പലരും വന്ന് എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ എന്ത് കാര്യം കൊണ്ട് ഇന്ന കാര്യം ചെയ്യാതിരിക്കണം, അത് ചെയ്യാമോ, ഇത് ചെയ്യാമോ? ഒരാൾ ചോദിച്ചു, ഞാൻ ക്രിക്കറ്റ് കളി കാണുവാൻ പോകുമോ എന്ന്. ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ ഒരു ദിവസം മുഴുവൻ മെനക്കെട്ടിരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഏതെങ്കിലും കളി കാണുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. എന്നാൽ സമയമുണ്ടോ എന്നതാണ് പലപ്പോഴും പ്രശ്നം. ഈ കളികൾ കണ്ട് നടക്കുന്നത് ഒരു ഭ്രാന്താക്കുവാനും പാടില്ല. ഒരു പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നതായി ഞാൻ വായിച്ചു. ഒരു സുവിശേഷകന് തൻ്റെ ശുശ്രൂഷയിൽ ഉപകാരമായി വരുന്ന കാര്യങ്ങളിൽ മാത്രമേ അവൻ ഇടപെടാവൂ എന്ന്. അവൻ കാണുന്നതും അവൻ പോകുന്ന ഇടങ്ങളും അവൻ അനുഭവിക്കുന്നതും എല്ലാം, കാരണം അയാളുടെ മൊത്തം ജീവിതം അയാളുടെ ശുശ്രൂഷയാണ്. അതിനുതകുന്നത് മാത്രമേ ചെയ്യാവൂ. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ഒരു സുവിശേഷകൻ തൻ്റെ ജീവിതം മുഴുവനായും പ്രസംഗപീഠത്തിലേക്ക് കൊണ്ടുപോകണം. മറച്ചു വെക്കുന്നതൊന്നും ഉണ്ടാകുവാൻ പാടില്ല. എല്ലാം ഉപയോഗിക്കുവാൻ തക്കവണ്ണം കഴിയണം. ക്രിക്കറ്റ് കളി, ഏത് കളിയും ശുശ്രൂഷയിൽ ഉപയോഗിക്കാമെങ്കിൽ അത് കാണുവാൻ പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. താങ്കൾ കാണുന്ന ഇതുപോലെയുള്ള മത്സരങ്ങളിൽ നിന്നുമെല്ലാം വളരെയേറെ ഉദാഹരണങ്ങൾ ഉപയോഗിക്കാമെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, വിനോദവും ആവശ്യമാണല്ലോ. എന്നാൽ അങ്ങനെ പോയിരിക്കുന്നത് പ്രയോജനമുള്ള കാര്യം ആകുകയില്ല. കാരണം അത് മറ്റ് ആരിലെങ്കിലും തെറ്റായ ഒരു സ്വാധീനം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൗലോസ് തുടർന്ന് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട് കാണുന്നു. ഞാൻ ഇനിയും 24-ാം വാക്യം വായിക്കട്ടെ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. ഒരു ക്രിസ്തു വിശ്വാസിക്ക്, ഒരു ദൈവപൈതലിന് ക്രിസ്തുവിൽ മഹത്തായ ഉന്നതമായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്നിരുന്നാൽ തന്നെ നാം മറ്റുള്ളവൻ്റെ നന്മ അല്ലെങ്കിൽ ഗുണമാകുന്നു അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് ഒരു ദൈവപൈതലിൻ്റെ ജീവിതം പ്രാഥമികമായി നിയന്ത്രിക്കപ്പെടേണ്ടത്, നയിക്കപ്പെടേണ്ടത് ആ സ്വാതന്ത്ര്യത്തിലല്ല. സ്വാതന്ത്ര്യം സ്നേഹത്തിൽ പരിമിതിപ്പെടുത്തിയിരിക്കുന്നു. നിയമം കൊണ്ട് തറയ്ക്കപ്പെടുവാനല്ല ഒരു ദൈവപൈതൽ. കർശനമായ ചട്ടങ്ങളാൽ ദൈവപൈതലിനെ ഒതുക്കുവാൻ സാധ്യമല്ല.
അവൻ സ്നേഹത്താൽ പരിമിതിപ്പെട്ടിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. മറ്റുള്ളവരുടെ മേൽ അവനുള്ള സ്വാധീനവും ശക്തിയും അവൻ പ്രത്യേകം ചിന്തിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കേണ്ടത്. അതത്രേ പൗലോസ് ഇവിടെ പറയുന്നതായ ചിന്ത. മറ്റുള്ളവരോടുള്ള ഇടപാടിൽ കരുതേണ്ട ഒരു പ്രധാന പ്രമാണം നാം ചെയ്യുന്നത് അവർക്ക് ആത്മീയ വർധന വരുത്തുമോ എന്ന് നോക്കി വേണം. മറ്റുള്ളവർക്ക് കേട് ചെയ്യുന്ന സ്വാതന്ത്ര്യ പ്രയോഗം അവനവന് തന്നെ ദോഷകരമാണ്. സ്വന്തം ഗുണം അന്വേഷിക്കുന്നത് എപ്പോഴും തെറ്റാണെന്ന് പറയുവാൻ നിവൃത്തിയില്ല. എന്നാൽ ഒരു പൊതുപ്രമാണം എന്ന നിലയ്ക്ക് സ്വന്തം മേന്മ തേടുന്നത് നമ്മുടെ ലക്ഷ്യമായിരിക്കരുത്. സ്വന്തം ഗുണവും മറ്റുള്ളവരുടെ ഗുണവും അന്വേഷിക്കുന്നതിൽ ഒരു പ്രശ്നമോ പോരാട്ടമോ വരുമ്പോൾ, ഏതിന് പ്രാധാന്യം കൊടുക്കണമെന്ന ചോദ്യം വരുമ്പോൾ സ്വന്തം ഗുണം ബലി കഴിക്കാൻ തയ്യാറാവണം. കർത്താവിനായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി കർത്താവ് ഉപയോഗിക്കും. 25-26 വാക്യങ്ങളിൽ, അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവീൻ, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ സകലവും ഒരു ദൈവപൈതലിന് ആസ്വദിക്കാവുന്നതാണ്. അതിലെ സൗന്ദര്യവും അതിലെ ഉൽപ്പന്നങ്ങളും ദൈവം അവ നമുക്കായി നൽകിയിരിക്കുകയാണ്. മദ്യം കഴിക്കുവാനും ലഹരി വസ്തുക്കൾ കഴിക്കുവാനുമുള്ള ഒരു പ്രമാണമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മറക്കരുത്. സദാചാര വിരുദ്ധമല്ലാത്തതും യോഗ്യവുമായ കാര്യങ്ങൾക്ക് മാത്രമേ ഒരു വിശ്വാസി ഈ പ്രമാണം ഉപയോഗിക്കാവൂ. തുടർന്ന് പൗലോസ് വളരെ പ്രായോഗികമായൊരു നിർദ്ദേശം നൽകുന്നു. അവൻ പറയുന്നത്, ഒരു സ്ഥലത്ത് ഭക്ഷണത്തിനായി ചെല്ലുമ്പോൾ നിങ്ങളെ ക്ഷണിച്ച വ്യക്തിയോട്, ഇത് നല്ല ഒന്നാന്തരം ഇറച്ചിയാണല്ലോ, നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി? ഞാൻ വാങ്ങുന്ന കടയിൽ എപ്പോഴും മോശമേ കിട്ടൂ എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞെന്നാൽ നിങ്ങളെ ക്ഷണിച്ച വ്യക്തി താൻ ക്ഷേത്ര പരിസരത്ത് പോയി മാംസം വാങ്ങി എന്ന് പറഞ്ഞെന്ന് വന്നേക്കാം. എവിടെ നിന്നാണ് ഈ ഇറച്ചി എന്ന് ചോദിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെ നാം ക്ഷണിച്ചു വരുത്തരുത്. പലരും വടി കൊടുത്ത് അടി വാങ്ങുന്നത് പോലെയാണല്ലേ. പല സമയത്തും മിണ്ടാതിരിക്കുന്നതാണ് ഉത്തമം. തുടർന്ന് പൗലോസ് വളരെ പ്രായോഗികമായ ഒരു ഉദാഹരണം പറയുന്നു. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവീൻ. 27 വാക്യമാണ് ഞാൻ വായിച്ചത്. ഒരു അവിശ്വാസിയുടെ വീട്ടിൽ താങ്കളെ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ അവിടെ താങ്കളുടെ മുൻപിൽ വിളമ്പുന്നത് എന്തും ചോദ്യം ചെയ്യാതെ ഭക്ഷിക്കുക. ഒരു കാര്യം, ഡോക്ടർ എന്തെങ്കിലും നിർദ്ദേശം തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രമേഹ രോഗികൾ ഉള്ള മധുരം എല്ലാം കൂടി കഴിക്കരുത്. ഞാൻ പറഞ്ഞ ആശയം താങ്കൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ഷണം സ്വീകരിച്ചാൽ മാന്യമായി പെരുമാറുക. വിഗ്രഹാർപ്പിത മാംസം വിളമ്പുമോ എന്ന ചിന്തയാൽ മനസാക്ഷിയെ ധന്യപ്പിക്കരുത്. ഒരു കാര്യം ഒരു പ്രശ്നമാകുന്നു എന്നറിഞ്ഞാൽ അത് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്. എന്നാൽ നാം പ്രശ്നങ്ങൾ അന്വേഷിച്ചു പോകേണ്ടതില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചികഞ്ഞു നടക്കേണ്ടതില്ല. 28 വാക്യത്തിൽ, എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. ഇവിടെ ഇതാ വേറൊരു പ്രമാണം. ഇത് തികച്ചും പുതിയ ഒരു കാര്യമാണ്. എല്ലാം ഭക്ഷിക്കുവാനും ചോദ്യമൊന്നും ചോദിക്കരുതെന്നും പൗലോസ് ഉപദേശിച്ചു. എന്നാൽ ഇപ്പോൾ വേറൊരു പ്രശ്നം, താങ്കളോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ ഇരിക്കുന്ന ഒരു വ്യക്തി താങ്കൾ ചോദിക്കാതെ തന്നെ പറയുന്നു എന്നിരിക്കട്ടെ, ഈ മാംസം എവിടെ നിന്ന് ആണെന്നറിയാമോ? ഇത് ആ ക്ഷേത്രത്തിൽ അർപ്പിച്ചിടത്തു നിന്നും കൊണ്ടുവച്ചത് വാങ്ങിയതാണ്. അങ്ങനെ വന്നാൽ എന്തു ചെയ്യണം? അങ്ങനെ വന്നാൽ ആ മാംസം തിന്നരുത്. എത്ര നല്ല ഇറച്ചിക്കറിയാണെങ്കിലും അത് കഴിക്കരുത്. അത് തിന്നുന്നത് തെറ്റായതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെയോ അതേക്കുറിച്ച് പറഞ്ഞ വ്യക്തിയെ അത് മുറിപ്പെടുത്തും എന്നത് വ്യക്തമായതിനാൽ കഴിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കളുടെ മനസാക്ഷി നിമിത്തമല്ല, പിന്നെയോ മറ്റേ ആളിൻ്റെ മനസാക്ഷി നിമിത്തം അത് തിന്നരുത്. താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നേരത്തെ പറഞ്ഞതാണല്ലോ. നിങ്ങൾ മാംസം ഭക്ഷിക്കരുതെന്ന് ഒരു നിയമവുമില്ല. ഭക്ഷിക്കാതിരിക്കുന്നതിനാൽ കൂടുതൽ വിശുദ്ധന്മാരാകുന്നു എന്ന് പറയുന്നവരുണ്ട്. അത് ദൈവവചനപ്രകാരം ശരിയല്ല. എന്നാൽ സ്നേഹത്താൽ മനസാക്ഷി കുറ്റപ്പെടുത്തുന്ന താങ്കളുടെ ആ സഹോദരൻ മൂലം താങ്കൾ മാംസം ഭക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതത്ര ഇവിടുത്തെ വിഷയം. ഒരു ഉദാഹരണത്താൽ ഞാനിതൊന്ന് വ്യക്തമാക്കാം. ഒരിക്കൽ ഞാനങ്ങ് തിരുവനന്തപുരത്തിന് തെക്ക് ഞങ്ങൾ മീറ്റിങ്ങിന് ചെന്നു. അവിടെ ഈ പനയിൽ നിന്നും എടുക്കുന്ന ഒരു തരം ദ്രാവകം കണ്ടു. അതിനവർ അക്കാനി എന്നോ മറ്റോ ആണ് പേര് പറയുന്നത്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വീട്ടുകാർ വന്നവർക്കൊക്കെ അക്കാനി വിളമ്പി. അതിൽ ഒരാൾ രുചി നോക്കിയിട്ട് അത് കുടിക്കുവാൻ വിസമ്മതിച്ചു. വീട്ടുകാരൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? സാറിനിത് ഇഷ്ടപ്പെട്ടില്ലേ? അതിന് വിരുന്നുകാരൻ്റെ മറുപടി, സാധനം കൊള്ളാം, പക്ഷേ ഇത് കള്ളാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വിശ്വാസി അത് കുടിക്കുവാൻ പാടില്ല എന്ന്. അങ്ങനല്ല, അത് വെറും പാനീയം മാത്രമാകുന്നു എന്നും അതുപോലെ 100 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ട് വിലപ്പോയില്ല.
ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ചെയ്തത് ശരിയായ കാര്യമാകുന്നു എന്നത്രേ. കള്ള് ചേർത്ത് പുളിപ്പിച്ച അപ്പം കഴിക്കാത്തവരെ എനിക്കറിയാം. അത് തെറ്റോ ശരിയോ എന്നല്ല, അവരുടെ മനസാക്ഷിയെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമായതിനാൽ അവർ അത് കഴിക്കുന്നില്ല. നല്ല കാര്യം. മറ്റു വിശ്വാസികളോടുള്ള ഇടപാടിൽ പലരും വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നത് കാണാവുന്നതാണ്. അതിൻ്റെ കാരണം അവരുടെ ലക്ഷ്യം നിയമം നടപ്പാക്കുക എന്നത്രേ. ഞാനിത് ചെയ്യുന്നില്ല, നീയും ഇത് ചെയ്യുവാൻ പാടില്ല, ഞാൻ ചെയ്യാത്തതിനാൽ മറ്റുള്ളവർ ചെയ്യുവാൻ പാടില്ല എന്ന് ശഠിക്കുന്നത് തെറ്റാണ് എന്ന് അവർ അറിയുന്നില്ല. എന്നാൽ അവരുടെ ലക്ഷ്യം സ്നേഹമാകുന്നുവെങ്കിൽ അവർ ഇടപെടുന്നത് തികച്ചും വ്യത്യസ്തമായ വിധത്തിലായിരിക്കും. ക്രിസ്തീയ പെരുമാറ്റത്തിൻ്റെ പിൻപിലെ പ്രേരക ശക്തി, ലക്ഷ്യം മറ്റ് വിശ്വാസികളോടുള്ള സ്നേഹമായിരിക്കണം. അതില്ലാതെ ഒന്നും അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കരുത്. ഇനിയും 29 വാക്യത്തിലേക്ക് വരുമ്പോൾ, മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റേതല്ല മറ്റവൻ്റേതത്രേ. എൻ്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയിൽ വിധിക്കപ്പെടുന്നത് എന്തിന്? എന്തുകൊണ്ടാണ് ഈ ചില ബലഹീന സഹോദരന്മാരാൽ ഞാൻ ഒതുങ്ങിക്കഴിയേണ്ടി വരുന്നത്? 30 വാക്യം, നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധനം നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? നാം സ്തോത്രം ചെയ്തുകൊണ്ടായിരിക്കാം ഭക്ഷിക്കുന്നത്. എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യം സഹോദരന് ദോഷം ചെയ്തു എന്ന് വരാനോ തൻ്റെ മനസാക്ഷിക്ക് ദണ്ഡനം വന്നു എന്ന് വരാനോ പാടില്ല. ഒരു കാര്യത്തിന് വേണ്ടി സ്തോത്രം ചെയ്തു എന്ന് വിചാരിച്ചത് ശരിയാണെന്നോ നിർദോഷമാണെന്നോ അർത്ഥമില്ല. പൗലോസ് ചോദിക്കുന്നത്, മറ്റൊരു മനുഷ്യൻ്റെ മനസാക്ഷി കാരണം എന്നെ വിധിക്കുന്നത് അന്യായമല്ലേ എന്നത്രേ. ഒരു ഉന്നതമായ പ്രമാണം പറഞ്ഞുകൊണ്ട് പൗലോസ് തൻ്റെ ചോദ്യത്തിന് മറുപടി നൽകുന്നു. 31 വാക്യം, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ക്രിസ്തീയ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും പ്രമാണങ്ങൾ പൗലോസ് പ്രസ്താവിച്ചു. അവയിൽ ഒന്ന്, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എന്നാൽ സകലവും പ്രയോജനമുള്ളതല്ല. അതുമാത്രമല്ല, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എന്നാൽ സകലവും ആത്മീയ വർധന വരുത്തില്ല. ഇപ്പോൾ ഇവിടെ ഇതാ മറ്റൊരു പ്രമാണം, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ഓരോ വിശ്വാസിയും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പരിശോധന ഇതത്രേ. അല്ലാതെ ഞാനിത് ചെയ്യട്ടെ എന്നുള്ള ചോദ്യമല്ല. പിന്നെയോ, എനിക്കിത് ദൈവനാമ മഹത്വത്തിനായി ചെയ്യുവാൻ സാധിക്കുമോ എന്നത്രേ. നിർഭാഗ്യവശാൽ പലരും പള്ളിയിൽ പോകുന്നത് പോലും ദൈവനാമ മഹത്വത്തിനല്ല, മറ്റു പല കാര്യങ്ങൾക്കുമായിട്ടാണ് അവർ പോകുന്നത്. വിമർശിക്കുവാനോ ഏഷണി പറയുവാനോ ഒക്കെ. അങ്ങനൊരു ലക്ഷ്യത്തോടുകൂടെ വീട്ടിലിരിക്കുന്നതാണ് നല്ലത്, ഇല്ലേ? ഒരു വിശ്വാസി ചെയ്യുന്നതെന്തും ദൈവനാമ മഹത്വത്തിന് മാത്രമായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാകും. നമ്മുടെ സ്വാതന്ത്ര്യം നടക്കണമെന്നുള്ളതല്ല, ദൈവമഹത്വം നാം ആഗ്രഹിക്കണം. ദൈവം മഹത്വപ്പെടണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. വാക്യം, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവേൻ. ലോകത്തെ മുഴുവൻ ഇവിടെ പൗലോസ് മൂന്നായി തിരിക്കുന്നു: യഹൂദന്മാർ, യവനന്മാർ, ദൈവസഭ. ഇവരിൽ ചിലർക്ക് വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളാണ് ഉള്ളത്. ഉദാഹരണത്തിന്, പന്നിയിറച്ചിയോട് യഹൂദന്മാർക്കുള്ള വെറുപ്പ്. ഒരു യഹൂദ സ്നേഹിതനെ അത്താഴത്തിന് വിളിച്ചിട്ട് പന്നിയിറച്ചി വറുത്തത് അദ്ദേഹത്തിന് കൊടുത്താൽ അത് അദ്ദേഹത്തെ അവഹേളിക്കുകയായിരിക്കും. തൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവരെ മുഷിപ്പിക്കാത്തതുപോലെ ഒരു വിശ്വാസി മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതാണ്. ജാതികളായ പലർക്കും പ്രത്യേകമായ പരിചയങ്ങൾ വളരെയുണ്ട്. അവരെ എല്ലാം പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. എന്നാൽ നാമുമായി ബന്ധപ്പെടുന്ന ആളുകളെ അവഹേളിക്കാതിരിക്കുവാൻ, മുഷിപ്പിക്കാതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവസഭയിൽ ഉള്ളവരെയും നാം മുഷിപ്പിക്കരുത്, മുറിപ്പെടുത്തരുത്. ആഭരണം ഇട്ടുകൊണ്ട് ഒരു ആരാധനയിൽ ചെന്ന 2 സഹോദരിമാർ വളരെയേറെ വിഷമിച്ച് എന്നോട് വന്ന് പറഞ്ഞു, ആ ആരാധനയിൽ അവരെ പരസ്യമായി അവഹേളിച്ചു എന്ന്. ആ ശുശ്രൂഷകൻ ചെയ്തത് തെറ്റല്ലേ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, 2 കൂട്ടരും തെറ്റാകുന്നു എന്നത്രേ. 2 പേരും സ്നേഹത്തിലല്ല പെരുമാറിയത്. ഈ
പോയവർക്കറിയാമായിരുന്നു ആ ആരാധനയിൽ ആരും ആഭരണം ഇട്ടുകൊണ്ട് വരില്ല എന്ന്. അവർക്കത് വിലക്കായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തത് തെറ്റ്. പരസ്യമായി അവരെ അവഹേളിച്ചത് അതിലും തെറ്റ്. നമ്മോട് പറഞ്ഞിരിക്കുന്നത് നാം യഹൂദനെയോ യവനനെയോ ദൈവസഭയെയോ അവഹേളിക്കരുത് എന്നത്രേ. മനുഷ്യവർഗത്തെ മുഴുവൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യകുലത്തിലെ 3 വിഭാഗങ്ങൾ ഇതത്രേ. എന്നാൽ ഈ ദിവസങ്ങളിൽ ഒന്നിൽ ദൈവസഭ ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുവാൻ പോകുകയാണ്. അപ്പോൾ പിന്നെ യഹൂദന്മാരും യവനന്മാരുമേ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ സമയത്ത് സംഭവിക്കുവാനുള്ള ഒരു ഉന്നതമായ പരിപാടി ദൈവത്തിനുണ്ട്. 33-ാം വാക്യത്തിൽ, ഞാനും എൻ്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. ഇപ്പോൾ പ്രധാനമായും നാം എന്തു ചെയ്യുന്നുവോ അത് നാം ദൈവനാമ മഹത്വത്തിനായി ചെയ്യേണ്ടതാണ്. തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും സകലവും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. ഒരമ്മച്ചിക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിനായി പാത്രങ്ങൾ കഴുകാവുന്നതാണ്, കഞ്ഞി വെക്കാവുന്നതാണ്, വീട് വൃത്തിയാക്കാവുന്നതാണ്. ഒരു സഹോദരന് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചുമട് ചുമക്കാവുന്നതാണ്, കൃഷി എടുക്കാവുന്നതാണ്, വണ്ടി ഓടിക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നത് എന്തെന്നുള്ളതല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നാം ഇന്ന് പറഞ്ഞതുപോലെ ജീവിക്കുമ്പോൾ നാം ലോകത്തിന് ഒരു സാക്ഷ്യമായിരിക്കും. അതെ, നഷ്ടപ്പെട്ടവർ രക്ഷിക്കപ്പെടുവാനിടയാകും. ലോകം നോക്കുന്നത് നമ്മുടെ ജീവിതമാണ്. ഒരു മഹാൻ പറഞ്ഞ്, എപ്പോഴും സുവിശേഷം പ്രഘോഷിക്കുക, അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക എന്ന്. നാം പ്രസംഗിക്കുന്നതിനേക്കാൾ ഏറെ നമ്മുടെ ജീവിതം മനുഷ്യരെ സ്വാധീനിക്കും. നമ്മുടെ വീട്ടിലെ ഇടപാടുകൾ, വിശ്വസ്തത, നമ്മുടെ ജോലിസ്ഥലത്തെ വിശ്വസ്തത, അങ്ങനെ നമ്മുടെ ജീവിതമാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നത്. നമുക്കെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി മാത്രം ചെയ്യാം. 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം കൂടി ഈ ഭാഗത്ത് ഉൾപ്പെടേണ്ടതാണ്. അതൊന്ന് വായിക്കട്ടെ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീൻ. നമ്മിൽ ചുരുക്കം പേർക്ക് മാത്രം പറയുവാൻ കഴിയുന്നൊരു കാര്യം അത്ര ഇത് അല്ല. ഞാൻ എന്തിനാണ് നിങ്ങളെ ഉൾപ്പെടുത്തുന്നത്? ഞാൻ പറയുവാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണിത്. നിങ്ങൾ ക്രിസ്തുവിൻ്റെയും പൗലോസിൻ്റെയും അനുകാരികളാകുവാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കട്ടെ, എന്നാൽ സകലത്തിലും എന്നെ അനുകരിക്കരുത്. എത്ര മഹത്തായ ഒരു സാക്ഷ്യമാണ് പൗലോസ് ഈ പ്രസ്താവനയിൽ കൂടി നൽകുന്നത്. നമുക്കൊരു വലിയ വെല്ലുവിളിയും. നമ്മെ തന്നെ നമുക്ക് പരിശോധിക്കുവാൻ സാധിച്ചാൽ എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ഇനിയും നാം 11-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ, ഈ ഭാഗം പഠിക്കുവാൻ തുടങ്ങുമ്പോൾ താങ്കൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം പോലെയുള്ള നിസ്സാരമായ സംഗതികളെക്കുറിച്ച് ദൈവം നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നാണോ? തീർച്ചയായും ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചോ ഒരു പുരുഷൻ്റെ മുടിവെട്ടിനെക്കുറിച്ചോ ദൈവം ചിന്തിക്കുന്നില്ല എന്ന്. അങ്ങനെ ചോദിക്കുന്ന സുഹൃത്തെ, നാം ധരിക്കുന്നത് എന്തെന്നുള്ളതും നമ്മുടെ മുടി നാം ക്രമീകരിക്കുന്ന വിധവും ഒക്കെ ദൈവത്തിൻ്റെ താല്പര്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ദൈവം പറയുന്നു, എന്നാൽ നിങ്ങളുടെ തലയിലെ മുടിയെല്ലാം എണ്ണിയിരിക്കുന്നു എന്ന്. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന് 30-ാം വാക്യം. മുടി വെട്ടുന്ന ആളിന് മാത്രമേ ഇതറിയൂ എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ദൈവം അറിയുന്നു. അതേ പ്രിയരെ, ഇതിനെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും അവന് വളരെയേറെ കാര്യങ്ങൾ പറയുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കാതലായ വിവരങ്ങൾ അവൻ്റെ പരിശോധനയിൽ തന്നെയാണ്. വർത്തമാന പത്രങ്ങളിലാണെങ്കിലും മാസികകളിലാണെങ്കിലും റേഡിയോയിലൂടെ ആണെങ്കിലും ടെലിവിഷനിലൂടെ എല്ലാം മറ്റെന്തിനേക്കാളും ഏറെ പരസ്യങ്ങൾ വസ്ത്രങ്ങളെക്കുറിച്ചാണില്ലേ? ആണും പെണ്ണും എല്ലാം എന്ത് ധരിക്കുമെന്ന വിഷയം, ഏതെല്ലാം വിധത്തിലുള്ള ഡ്രസ്സുകളാണ് ഓരോ ദിവസവും ഇറങ്ങുന്നത്, ഏതെല്ലാം സ്റ്റൈലിലാണ്. ഈ വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിനും ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. ശ്രദ്ധിക്കണേ, ഇതുവരെ പൗലോസ് പറഞ്ഞത് ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല എന്നത്രേ. എന്നാൽ ഇവിടെ പൗലോസിന് അവരെ പുകഴ്ത്തുവാൻ ഒരു വിഷയമുണ്ട്. അവർ അവരുടെ പ്രാർത്ഥനയിൽ പൗലോസിനെ ഓർത്തതിനാലും അവരുടെ ദാനങ്ങൾ നൽകിയതിനാലും അവനവരെ പഠിപ്പിച്ച കൽപ്പനകൾ അവർ ആചരിച്ചു വന്നതിനാലും അവനവരെ പുകഴ്ത്തുന്നു. 3-ാം വാക്യം, എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഊന്നി പറയുവാൻ ആഗ്രഹിക്കുന്ന അനേകർ ഇന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് സ്ത്രീയുടെ തല പുരുഷൻ എന്ന പ്രസ്താവന. എന്നാൽ എൻ്റെ പ്രിയ സുഹൃത്തെ, താങ്കൾ ഈ പ്രസ്താവനകളെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ചിന്തിക്കുമ്പോൾ താങ്കൾ സമതുലിത അല്ലാത്ത ഒരു വീക്ഷണത്തിൽ വന്നെത്തുകയില്ല. ഇവിടെ അതിമഹത്തായ മറ്റൊരു പ്രമാണം പൗലോസ് വയ്ക്കുന്നു. ക്രമത്തിന് വേണ്ടിയുള്ള അധികാരമാണ് ഇവിടെ
ചിന്താക്കുഴപ്പം ഇല്ലാതാക്കുവാനുള്ള ഒരു സന്ദർഭം. ആരാ കൂടിയത് ആരാ കുറഞ്ഞത് എന്ന് കാണിക്കുവാനല്ല, ശരിയായ ക്രമം ഏതെന്ന് മനസ്സിലാക്കി തരിക മാത്രമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്രമാണം സഭയിലും ഭവനത്തിലും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് എല്ലാവർക്കും നേതാക്കന്മാരാകണം. ആരുടെ നേതാവാകുന്നു എന്നറിയില്ല. നേതൃത്വ പരിശീലന കോഴ്സുകൾ ഇന്ന് എല്ലായിടത്തും കാണാവുന്നതാണ്. എന്നാൽ അങ്ങനൊന്ന് ചെയ്യണമെന്ന് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. യുവജനങ്ങളെ പ്രസംഗകരാക്കുവാൻ പരിശീലിപ്പിക്കുന്ന അനേകം സംഘടനകൾ ഇന്നുണ്ട്. പൗലോസ് പറയുന്നത് നാം മിണ്ടാതിരിക്കുവാൻ പഠിക്കണമെന്നത്രേ. ബൈബിൾ ഊന്നൽ കൊടുക്കുന്നിടത്ത് നാമും പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഈ നേതൃത്വ പരിശീലനം എല്ലാം നമുക്ക് ആവശ്യമില്ല. ദൈവമക്കളെപ്പോലെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരെയാണ് നമുക്കിന്ന് ആവശ്യം. അതത്ര ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദം തല എന്നുള്ളതാണ്. ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം. ആജ്ഞകൾ നൽകുന്ന ശരീരത്തിൻ്റെ ഭാഗമാണ്, പ്രധാന ഭാഗമാണ് തല. ദൈവപൈതലായ ഓരോ പുരുഷൻ്റെയും തല ക്രിസ്തുവാകുന്നു എന്ന് ഈ വാക്യത്തിൽ പറയുന്നില്ല. പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പൊതുവായിട്ടാണ്. പുരുഷൻ എന്നതിനേക്കാൾ മനുഷ്യൻ എന്ന സാമാന്യഗതമായ ഒരു പ്രയോഗമാണ് ഇവിടെ യോജിക്കുന്നത്. അതത്ര ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ മാൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ സാധാരണ അർത്ഥമാക്കുന്നത്. ഇവിടെ പറയുന്നത് എന്നാൽ ഏത് മനുഷ്യൻ്റെയും തല ക്രിസ്തു, ഏത് മനുഷ്യൻ്റെയും തല ക്രിസ്തു ആയിരിക്കുക എന്നുള്ളത് സ്വാഭാവികവും ശരിയായതുമായ ക്രമമാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തി ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ ആരംഭിക്കുന്നത് വരെ ഒരു ക്രമവിരുദ്ധനായ വിലക്ഷണനായ വ്യക്തിയായിരിക്കും. മനസ്സിലായല്ലോ? ചില മനുഷ്യർ മദ്യത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്. മറ്റു ചിലർ തങ്ങളുടെ മോഹങ്ങളാൽ, വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. അധികം പേരും ജഡത്തിൻ്റെ ആധിപത്യത്തിൽ ആകുന്നു. ഓരോ മനുഷ്യനും ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിൽ വരേണ്ടതുണ്ട്. അഗസ്തിനോസ് പറഞ്ഞത് നിന്നിൽ സ്വസ്ഥത കണ്ടെത്തുന്നത് വരെ മനുഷ്യഹൃദയം അസ്വസ്ഥമായിരിക്കും എന്നത്രേ. ക്രിസ്തുവിനെ തലയാക്കാത്തിടത്തോളം കാലം മനുഷ്യഹൃദയം അസ്വസ്ഥമായിരിക്കും. ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങളെ നേടിയിട്ടുള്ള മനുഷ്യർ ചെയ്തിട്ടുള്ളത് ഇതത്രേ. ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്നത് വരെ താൻ തോന്നികളായി നടന്നിരുന്ന അനേകർ ക്രിസ്തു അവരുടെ മേൽ ആധിപത്യം എടുത്തപ്പോൾ അവരുടെ ജീവിതം കൊണ്ട് ലോകത്തിന് പ്രയോജനമുണ്ടായി. വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം അവരെ എടുത്തുപയോഗിച്ചു. അയാൾ ഒരു ദൈവപൈതലാകുന്നു അല്ലെങ്കിൽ വിശ്വാസിയാകുന്നു എന്ന് പലരെക്കുറിച്ചും ഇന്ന് പറയുന്നത് കേൾക്കാവുന്നതാണ്. ഈ പറയുന്ന വ്യക്തി ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളാകുന്നുവോ? അതത്ര പ്രധാനപ്പെട്ട കാര്യം. അതത്ര പൗലോസ് പറയുന്നതും. സ്ത്രീയുടെ തല പുരുഷൻ. ഇവിടെ ഒരു സ്ത്രീയുടെ തല കാണുന്ന പുരുഷന്മാരെല്ലാം എന്നർത്ഥമല്ല എന്നത് വ്യക്തമാണല്ലോ. ഇത് വിവാഹവുമായുള്ള ബന്ധത്തിലാണ്. അതെ, സ്ത്രീ പുരുഷനോട് പ്രതികരിക്കേണ്ട വിധം. വിവാഹത്തിൽ സ്ത്രീ പുരുഷന് കീഴ്പ്പെടുക എന്നത് സ്വാഭാവികമാണ്, സാധാരണയാണ്. ഒരു പുരുഷനെ നോക്കി അവനെ ബഹുമാനിക്കുവാൻ, അംഗീകരിക്കുവാൻ ഒരു സ്ത്രീക്ക് മനസ്സില്ല എങ്കിൽ അവൾ അവനെ അനുഗമിക്കരുത്, വിവാഹം ചെയ്യരുത്. എന്നാൽ ഒരു യഥാർത്ഥ സ്ത്രീ അവൾ സ്നേഹിക്കുന്ന പുരുഷൻ എല്ലാ പ്രകാരത്തിലും കീഴ്പ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവൻ്റെ പ്രതികരണമോ അതെ തന്നെ സ്നേഹിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറുള്ളവനായിരിക്കും. അല്ലാത്തവർ വിലക്ഷണരാണ്. ഇതത്ര ബൈബിൾ പഠിപ്പിക്കുന്നത്. എഫേസ് ലേഖനത്തിൽ നാം പഠിച്ചത് ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഭർത്താക്കന്മാരെ ഭരിക്കുവാൻ സഹോദരിമാരാരും വിവാഹം കഴിക്കരുതേ. നിങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരാളെ കണ്ടുമുട്ടുന്നതുവരെ വിവാഹം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സ്ത്രീകളുടെ ഭരണത്തിന് കീഴിലുള്ള കുടുംബങ്ങൾ അസ്വസ്ഥമായിരിക്കും. ഞാനൊരു പക്ഷം പറയുന്നു എന്ന് ചിന്തിക്കരുത്. ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഭാര്യയാണ് ഭരണം നടത്തുന്നതെന്ന് അയൽപക്കക്കാർ പറയുന്നത് നിങ്ങൾക്കിഷ്ടമാണോ? അതല്ല എങ്കിൽ നിങ്ങളുടെ അടുത്ത വീട്ടിൽ സ്ത്രീ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുമോ? പൊതുവായ ഒരു പ്രമാണം പറയുവാൻ എളുപ്പമാണ്. എന്നാൽ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ടി വരുമ്പോൾ നിന്ന് പരുങ്ങുന്നത് കാണാമില്ലേ? ക്രിസ്തുവിൻ്റെ തല ദൈവം. ഇവിടെ ഒരു വലിയ മർമ്മം ഉണ്ട്. യേശു പറഞ്ഞു, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നുവെന്ന്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 30-ാം വാക്യം. എന്നാൽ അവൻ വീണ്ടും പറഞ്ഞു, എൻ്റെ പിതാവ് എന്നിലും വലിയവനെന്ന്. യോഹന്നാൻ 14:28. വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ അവൻ സ്വമേധ ഒരു താണനില സ്വീകരിച്ചു. അത് ദൂതന്മാരെക്കാൾ താഴ്ത്തി. അവൻ ഇവിടെ താഴ്മയുള്ള ഒരു പാതയിലൂടെ നടന്നു. നമ്മോട് പറഞ്ഞത് ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പിയർ 2:5. ഇനിയും പൗലോസ് കൊരിന്തിലെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ പ്രമാണം പ്രാവർത്തികമാക്കി സംസാരിക്കുവാൻ പോകുകയാണ്. കൊരിന്തിൽ തലമൂടാത്ത ഒരു സ്ത്രീ വേശ്യയായിരുന്നു. താങ്കളുടെ സഭയിലോ സമൂഹത്തിലോ കൊരിന്തിലേതിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യമായിരിക്കും. എന്നാൽ ഇവിടെയും ഒരു പ്രമാണം കാണുവാൻ സാധിക്കുന്നു. അത് ഇന്നും ബാധകമാണ് താനും.
4-ാം വാക്യം, മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു. അക്കാലത്തെ റബിമാർ പഠിപ്പിച്ചിരുന്നത് ഒരു പുരുഷൻ തൻ്റെ തല മൂടണമെന്നത്രേ. പൗലോസ് പറയുന്നത് ഈ റബിമാർ വാസ്തവത്തിൽ മോശ പറഞ്ഞതിനെയും മൂടുപടത്തിൻ്റെ കാരണവും തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായത്. 2 കൊരിന്ത്യർ 3:13 നാം വായിക്കുന്നത്, നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല. ദൈവത്തോടുകൂടെ പർവ്വതത്തിലായിരുന്നതിന് ശേഷം മോശ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവൻ ആദ്യം ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖത്തെ ത്വക്ക് പ്രകാശിക്കുവാൻ തുടങ്ങി. എന്നാൽ അല്പം കഴിഞ്ഞ് ആ പ്രകാശം മങ്ങുവാൻ തുടങ്ങി. അതിനാൽ തൻ്റെ മുഖത്തെ ശോഭ മങ്ങുന്നത് ജനം കാണാതിരിക്കേണ്ടതിനായി മോശ മുഖം മറച്ചു. പുറപ്പാട് പുസ്തകം 34:33-35 വാക്യങ്ങൾ. പുരുഷന്മാരോട് മോശ പറയുന്നത് അവർ അവരുടെ തല മൂടരുത് എന്നത്രേ. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പുരുഷൻ വീണ്ടെടുപ്പിനാൽ ക്രിസ്തുവിൽ ആയിത്തീർന്നവൻ പ്രതാപത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായി തൻ്റെ തല മൂടുവാൻ പാടില്ല. അവൻ പ്രാർത്ഥിക്കുമ്പോഴോ പ്രവചിക്കുമ്പോഴോ തല മൂടരുത്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യനു വേണ്ടി ദൈവത്തോട് സംസാരിക്കുകയാണ്, മധ്യസ്ഥത വഹിക്കുന്നു. അവൻ പ്രവചിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി മനുഷ്യനോട് സംസാരിക്കുന്നു. ഈ 2 പാവനമായ വിശുദ്ധമായ അവസ്ഥയിൽ അവൻ നിൽക്കുമ്പോൾ അവൻ തൻ്റെ തല മൂടുവാൻ പാടില്ല. ഒരു ദൈവവേലക്കാരൻ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ ദൈവവചനത്തിൽ വ്യക്തമാണ്. നാം ദൈവവചനം കൃത്യമായി പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തുവാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ജീവസന്ദേശ പഠനം പോലെയുള്ള പഠനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനായി പ്രത്യേകം നന്ദി. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കട്ടെ. പ്രാർത്ഥനയിലൂടെയും അതുപോലെ മറ്റ് സഹകരണങ്ങളിലൂടെയും നിങ്ങൾ ഞങ്ങളുമായി സഹകരിക്കുന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു വിഷയമായി കാണാം. അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു സൂക്ഷിക്കട്ടെ.